രക്ഷാപ്രവർത്തനങ്ങൾ വൈകി 2.25 മണിക്കൂർ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടിയ വീട്ടമ്മ ദാരുണമായിട്ട് മരണപ്പെട്ടത് സത്യത്തിൽ അത് കൊലപാതകം തന്നെയാണ്. നിയമപരമായും ധാർമ്മികമായും ഇവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരും അതുപോലെ തന്നെ ഈ കോളേജ് അധികാരികളും അതിന് ഉത്തരം പറയണം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞു വീണ് ബിന്ദു എന്ന വീട്ടമ്മ മരിക്കാനിടയായ ദാരുണ സംഭവം എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. ആ സംഭവത്തിന്റെ യാഥാർത്ഥ്യം ഇവിടെ വന്നപ്പോൾ കണ്ടും ഇവിടുത്തെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പറഞ്ഞും മാധ്യമങ്ങളിൽ നിന്നും എനിക്കും എന്നോടൊപ്പമുള്ള KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാര് PC വിശ്വനാഥ് MLA, അനിൽകുമാർ MLA ഇവർക്കെല്ലാം കാണാനും മനസ്സിലാക്കാനും സാധിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടുത്തെ കെട്ടിടം രോഗികളും അവരോടൊപ്പം വന്നിരുന്ന രോഗികളുടെ ബന്ധുക്കളും ഉപയോഗിച്ചിരുന്നൊരു കെട്ടിടമായിരുന്നു. കുട്ടിരിപ്പുകാർ ഉപയോഗിച്ചിരുന്നൊരു കെട്ടിടമായിരുന്നു. ആ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിന്ദു എന്ന സ്ത്രീ അതിനകത്ത് ഇത് ഇടിഞ്ഞു വീണ് അവർ ഈ മൺകൂരയില് ഈ മണ്ണിനടിയിൽ അവർ പെട്ടുപോയത്. അതിലേറെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യം, ഇവിടെ എത്തിയ മന്ത്രിമാര് അവരിവിടെ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ആവശ്യമായ രക്ഷാപ്രവർത്തനം നടത്താനും നിർദ്ദേശം നൽകുന്നതിന് പകരം ഇവിടെ ആരുമില്ല, ഒന്നും പറ്റിയിട്ടില്ല എന്ന സംഭവത്തെ ലഘൂകരിക്കാനും വൈറ്റ് വാഷ് ചെയ്യാനുമാണ് അവർ ശ്രമിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് സത്യത്തിൽ മണ്ണിനടിയിൽപ്പെട്ട ബിന്ദുവിനെ രക്ഷിക്കാൻ തക്ക സമയത്തൊരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഉള്ള ആയുധങ്ങളും സന്നാഹങ്ങളും ഉപയോഗിച്ച് മണ്ണുമാറ്റി അവരുടെ ജീവൻ രക്ഷിക്കാൻ, അവർക്ക് ശ്വാസം കൊടുക്കാൻ, പ്രാണവായു കൊടുക്കാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ അവർ 2.25 മണിക്കൂറിലധികം സമയം മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ സർക്കാരിനെ ന്യായീകരിക്കാനുള്ള മന്ത്രിമാരുടെ വ്യഗ്രതയാണ് കുറ്റകരമായിട്ടുള്ള ഒരു നടപടി. അതിന്റെ ഫലമായിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകി 2.25 മണിക്കൂർ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടിയ വീട്ടമ്മ ദാരുണമായിട്ട് മരണപ്പെട്ടത്. സത്യത്തിൽ അത് കൊലപാതകം തന്നെയാണ്. നിയമപരമായും ധാർമ്മികമായും ഇവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരും അതുപോലെ തന്നെ ഈ കോളേജ് അധികാരികളും അതിന് ഉത്തരം പറയണം. മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായും നിയമപരമായും യാതൊരു അർഹതയുമില്ല. വലിയ കൃത്യവിലോപമാണ്, കുറ്റകരമായ അനാസ്ഥയാണ്. ഈ സംഭവത്തെ ന്യായീകരിക്കാനുള്ള അതിയായ വ്യഗ്രതയിലാണ് ഈ അബദ്ധം അവർ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി വന്നിട്ടും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സ്പോട്ടിലേക്ക് വരാനോ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ഒരു പ്രാഥമിക അന്വേഷണം നടത്താനോ മുഖ്യമന്ത്രി തയ്യാറായില്ല. അതും എന്തുകൊണ്ടാണ്? കാരണം ന്യായീകരിക്കാൻ ഒന്നുമില്ല. കേരളത്തിലെ ഗവൺമെന്റ് ആരോഗ്യരംഗത്തിന്റെ തകർച്ച ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിന്റെ തലവന്റെ വെളിപ്പെടുത്തൽ, അതിനെ മുഖ്യമന്ത്രി ലഘൂകരിക്കാനും നിഷേധിക്കാനും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ, ഡോക്ടർ ഹാരിസ് ഹസനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ശൈലി സ്വീകരിക്കുകയും ചെയ്തുവെങ്കിൽ അതൊന്നുമല്ല യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം അതിനേക്കാൾ രൂക്ഷമാണ് എന്ന് ഓരോ ദിവസത്തെയും സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ചേരാറുണ്ടായിരുന്നില്ല. തകരാറിലായ കെട്ടിടം, അതിന് പകരമായിട്ട് കെട്ടിടം പണിതിരുന്നെങ്കിൽ പോലും ആ കെട്ടിടത്തിലേക്ക് വാർഡുകൾ മാറ്റുന്നതിന് എന്തിന്റെ കാലതാമസമാണ്? ഇന്നലെ ധൃതി പിടിച്ച് വാർഡുകൾ മാറ്റാൻ, രോഗികളെ മാറ്റാൻ ധൃതി പിടിച്ച് ഗവൺമെന്റ് നിർബന്ധിതമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരുന്നു? ആ കെട്ടിടം സുസജ്ജമായിരുന്നു. ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി അത് നീട്ടിക്കൊണ്ടുപോയി. അതിന്റെ കൂടി ഫലമായിട്ടാണ്, സപ്പോസ് ഈ കെട്ടിടം നേരത്തെ തന്നെ രോഗികളെ അങ്ങോട്ട് മാറ്റിയിരുന്നെങ്കിൽ മകളുടെ ചികിത്സയ്ക്കായിട്ട് വന്ന ബിന്ദു ഈ കെട്ടിടത്തിനടിയിൽ, ഈ മണ്ണിനടിയിൽ, ഈ കോൺക്രീറ്റിന്റെയും ഈ കല്ലിന്റെയും അടിയിൽ ബിന്ദു എന്ന വീട്ടമ്മ മരണപ്പെടുകയായിരുന്നില്ല. അവരുടെ നഷ്ടം ഒരിക്കലും സർക്കാരിന് എന്ത് ചെയ്താലും നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. ഇറപ്പേറിബിൾ ഇഞ്ചുറി, നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. ആ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം. അതുപോലെ തന്നെ ബിന്ദുവിന്റെ മകൾ നഴ്സിംഗ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ കുട്ടിക്ക് നല്ല ജോലി കൊടുത്തുകൊണ്ടും ആ കുടുംബത്തെ 5 സെന്റിൽ ഒരു ചെറിയ വീടിൽ, തേക്കാത്ത വീടിൽ, പണി പൂർത്തിയാക്കാത്ത വീടിലാണ് ബിന്ദു കഴിഞ്ഞത്. ബിന്ദുവിന്റെ ചെറിയ കൂലിപ്പണിയായിരുന്നു ആ വീടിന്റെ വരുമാനമെന്ന് മനസ്സിലാക്കുന്നു. ആ വീടിനെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അത് ഞങ്ങൾ KPCCയും പ്രതിപക്ഷവും ശക്തമായിട്ട് തന്നെ ആവശ്യപ്പെടുകയാണ്. ഇതിലെ പ്രതിഷേധം വളരെ ശാന്തമായും ന്യായമായും നിയമപരമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും. അതിന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ച ചാണ്ടിയുമ്മനെതിരെ കേസെടുക്കുന്ന സർക്കാരിന്റെ നടപടി
തെറ്റാണ്. തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. വാദിയെ പ്രതിയാക്കുന്ന നടപടിയെ ഞങ്ങൾ നഖശികാന്തം എതിർക്കുക തന്നെ ചെയ്യും. ഇതൊരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടറാണ് അത് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് മതിയോ അതോ അതിന് മുകളിലേക്ക് ഇപ്പോൾ HMCയുടെ ചെയർമാനാണ് ജില്ലാ കളക്ടർ, അതിന് മുകളിലേക്കുള്ള ആരെങ്കിലും കളക്ടർ ഉൾപ്പെടെ ഇതിൽ പ്രതികൂട്ടിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണം. ഉയർന്ന തലത്തിലുള്ള അന്വേഷണം, ജുഡീഷ്യൽ എൻക്വയറി. വൈ ദ ഗവൺമെന്റ് ഈസ് അഫ്രൈഡ് ഓഫ് ആൻ എൻക്വയറി ബൈ ദ ജുഡീഷ്യൽ ഓഫീസർ? ജുഡീഷ്യൽ എൻക്വയറി തന്നെയാണ് ഈ കാര്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ള ജുഡീഷ്യൽ എൻക്വയറി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.